ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഒരു സിനിമയ്ക്കുണ്ടായ ഏറ്റവും വലിയ ഇഹലോക ഹൈപ്പ് അത് ഈ പടത്തിനായിരുന്നു. ഹൈപ്പ് കയറ്റി ഒടുക്കം ഒരു എയർക്രാഫ്റ്റിന്റെ മുകളിൽ ഒരു സിനിമാ പോസ്റ്റർ ഒട്ടിക്കുന്ന ലെവൽ വരെ എത്തിയ കാര്യങ്ങൾ. അങ്ങനെയൊന്നും അതിനു മുമ്പ് ഒരു പടത്തിനും കണ്ടിരുന്നില്ല. അപ്പൊ ഇത്രയൊക്കെ ഹൈപ്പ് മതിയല്ലോ നമുക്ക് പടം പോയി കാണാൻ. അങ്ങനെ പടം തുടങ്ങി. ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയ ആ BGM ഇട്ടുകൊണ്ട് നായകന്റെ ജയിലിൽ നിന്നുള്ള ഇൻട്രോ, ഇതുവരെ എല്ലാം ഓക്കെ. അങ്ങനെ നായകൻ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് അദ്ദേഹത്തെ കാത്തുനിന്ന ആളുകളോട് സംസാരിക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ചെറിയൊരു പ്രശ്നം പോലെ തോന്നി. അല്ല, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എവിടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേൾക്കുന്നത് കാറ്റിന്റെ ശബ്ദം, കിളികളുടെ ശബ്ദം, പിന്നെ അഭിനേതാക്കൾ പരസ്പരം സംസാരിക്കുന്ന ശബ്ദം. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ എന്ന് എനിക്ക് ഡൗട്ട് അടിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് അവർ നേരെ പോകുന്നത് ഒരു ഗുണ്ടാ സങ്കേതത്തിലേക്കാണ്. അവിടത്തേക്കുള്ള എൻട്രി, അവിടെ വെച്ചുള്ള ഫൈറ്റ്, പിന്നെ ആ ഫേമസ് ഡയലോഗ്, ഇത്രയുമായപ്പോൾ ഞാൻ വീണ്ടും ചാർജായി. അത് കഴിഞ്ഞൊരു സോങ് വരുന്നു. അപ്പോൾ സാധാ ഒരു രജനി സിനിമയിൽ ഇൻട്രൊഡക്ഷൻ സോങ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. അതുപോലെ ഒരു സാധനം പ്രതീക്ഷിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷേ സംതിങ് വാസ് ഓഫ് വിത്ത് ദാറ്റ് സോങ് പിക്ചറൈസേഷൻ. എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചത് മറ്റേ വന്ദേണ്ട പാൽക്കാരൻ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ഡാൻസേഴ്സ് നായകൻ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത് ആവശ്യത്തിലും കൂടുതൽ ആളുകൾ ചുറ്റും നിന്ന് ആർമാദിക്കുന്നു. നായകൻ നടുക്കൂടെ നടന്നു പോകുന്നു. ഇടയ്ക്ക് വെച്ചാൽ 2 സ്റ്റെപ്പ് ഇടുന്നുണ്ട്. ബട്ട് അത് മറ്റുള്ളവരുമായി സിങ്ക്രണൈസ്ഡ് ഒന്നുമല്ല. ചുരുക്കി പറഞ്ഞ കാര്യങ്ങളൊന്നും ഒട്ടും സിനിമാറ്റിക് അല്ല. ഇനി ഇതും കഴിഞ്ഞിട്ടാണ് സിനിമയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സീനിലെ അതേ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ സീനിലും. അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാ 2 മനുഷ്യന്മാർ സംസാരിക്കുന്നത് നമുക്ക് കേൾപ്പിച്ചു തരുന്നത് പോലെ. എന്ന് വെച്ചാൽ കാര്യങ്ങളൊന്നും ഒട്ടും സിനിമാറ്റിക് അല്ല, ഫുള്ളി റിയലിസ്റ്റിക്. അങ്ങനെ പോയി ഇന്റർവെൽ ബ്ലോക്ക് എത്തിയപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ്. അത് നൈസായിരുന്നു. നായകൻ ഒന്നും ചെയ്യാതെ സൈഡിൽ നിൽക്കുമ്പോൾ വേറൊരാളെ ഞെട്ടിച്ച സീൻ. ആ സീൻ വന്നപ്പോൾ വീണ്ടും ഒന്ന് ഉഷാറായി. പിന്നെ സെക്കൻഡ് ഹാഫ്, അവിടെയും എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. പിന്നെ മായാനദി എന്ന് പറയുന്ന ഒരു നൈസ് പാട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ. പിന്നെ ഈ താടി വെച്ച ലുക്ക് ത്രൂ ഔട്ട് സെക്കൻഡ് ഹാഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരം ഒരു ഘട്ടത്തിൽ പുള്ളി താടിയും എടുക്കുന്നു. അതോടുകൂടി പ്രായമായെങ്കിലും ആ താടി വെച്ച ലുക്കിൽ ഒരു സ്വാഗ് ഉണ്ടായിരുന്നു, അതും പോയി. പിന്നെ വലിയൊരു ബിൽഡിങ്ങിന്റെ മേലെ നിന്നുള്ള ക്ലൈമാക്സ്, അവിടെയും ഓർത്തിരിക്കാനായിട്ട് ഒന്നുമില്ല. സോ ആകെ മൊത്തം പറഞ്ഞ പടയപ്പയോ ഭാഷയൊക്കെ പ്രതീക്ഷിച്ചു പോയി എനിക്ക് കിട്ടിയത് വേറെന്തൊക്കെയോ ആയിരുന്നു. ഇതും കഴിഞ്ഞ് ഇതേ സംവിധായകന്റെ ഒപ്പം കാല എന്ന സിനിമയും കഴിഞ്ഞ് പേട്ട എന്നൊരു പടം ഇറങ്ങി. ശരിക്കും അതാണ് യഥാർത്ഥ രജനീകാന്ത് സിനിമ. സത്യത്തിൽ അതിനായിരുന്നു ഈ ഹൈപ്പ് മൊത്തം കിട്ടേണ്ടിയിരുന്നത്.